പ്രിയപ്പെട്ട ഒന്നാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കളെ നമസ്കാരം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓഗസ്റ്റ് 2022 കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 16 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് നോക്കാം. 17ാമത്തെ ചോദ്യം ഒരു ഒബിച്വറി തയ്യാറാക്കാണ്. സാധാരണ സെക്കൻഡ് ഇയറിൽ കണ്ടുവന്നിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. The family of the kite maker Mahmoud decides to publish an obituary in the newspaper to announce the death of the grandmother of Kushwant Singh. Prepare the obituary. കൈറ്റ് മേക്കർ മെഹമ്മൂദിൻ്റെ ഫാമിലി കുഷ്വന്ത് സിംഗിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഒബിച്വറി തയ്യാറാക്കുകയാണ്, ഒരു ചരമക്കുറിപ്പ്. ഇപ്പോൾ ഏതൊരു ചരമക്കുറിപ്പ് വന്നു കഴിഞ്ഞാലും ഈ ഒരു വേർഡിങ്സ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ മരിച്ച ആളുടെ പേരവിടെ എഴുതുന്നു, അവരുടെ ഇയർ ഓഫ് ബർത്തും ഇയർ ഓഫ് ഡെത്തും ബ്രാക്കറ്റിലായിട്ട് പേരിൻ്റെ വലതു ഭാഗത്തായിട്ട് ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട്. പിന്നെ ഫോട്ടോ ഉണ്ടാവുമല്ലോ, അടുത്തൊരു പാരഗ്രാഫ് രൂപത്തിൽ തുടങ്ങുക. ഇറ്റ്സ് വിത്ത് പ്രൊഫൗണ്ട് സോറോ വി അനൗൺസ് ദ ഡിമൈസ് ഓഫ്. വളരെ ദുഃഖപൂരിതമായിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യുകയാണ് എന്ത്, ദ ഡിമൈസ്, ഡെത്ത് ഓഫ് എന്ന് പറഞ്ഞതിന് ശേഷം ആ മരിച്ച വ്യക്തിയുടെ പേര് നമ്മൾ എഴുതണം. ആരാണ് അവർ എന്ന് എഴുതുക. ഗ്രാൻഡ് മദർ ഓഫ് ഫേമസ് ഇന്ത്യൻ റൈറ്റർ കുഷ്വന്ത് സിംഗ്. പിന്നെ എന്നാണ് മരിച്ചത്, വർഷം അല്ലേ, അവർക്ക് എത്ര പ്രായമായി. ഷീ വാസ് 92 അല്ലേ. ഷീ വാസ് റെസ്റ്റിംഗ് അറ്റ് ഹോം ഫോളോയിങ് ഓൾഡ് ഏജ് എയിൽമെൻറ്റ്സ്. അപ്പോൾ അത് ആവശ്യമെങ്കിൽ എഴുതുക, കാരണം വയസ്സായ സ്ത്രീയാണ്. അതുകൊണ്ട് അവരുടെ അവസാന കാലത്തെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നോ വീട്ടിലായിരുന്നോ അതാണ് പറയുന്നത് ഇവിടെ. ഷി വാസ് റെസ്റ്റിംഗ് അറ്റ് ഹോം, വീട്ടിലായിരുന്നു. ഫോളോയിങ് ഓൾഡ് ഏജ് എയിൽമെൻറ്റ്സ്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അവർ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അല്ലേ. ഷീ സർവൈവ്ഡ് ബൈ ഹർ സൺ, ഡോട്ടർ ഇൻ ലോ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഇനി അവർക്ക് ശേഷം ആരൊക്കെയാണ് ആ കുടുംബത്തിലുള്ളത്. ഷീ സർവൈവ്ഡ് ബൈ എന്നതിന് ശേഷം ആരൊക്കെയാണോ ആ കുടുംബത്തിൽ ബാക്കിയുള്ളത് അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ ആ പൊസിഷൻസ് എഴുതി വയ്ക്കുക. നെക്സ്റ്റ് ഫ്യൂണറൽ സെറിമണിയുടെ കാര്യമൊക്കെയാണ് അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നത്. എന്തൊക്കെയാണ്? ദ ബോഡി വിൽ ബി കെപ്റ്റ് ഫോർ പബ്ലിക് ഹോമേജ് അറ്റ് എ റെസിഡൻസ് ഫ്രം 9 AM till 1 PM. ദ ബോഡി വിൽ ബി കെപ്റ്റ് ഫോർ പബ്ലിക് ഹോമേജ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് ബോഡി കീപ്പ് ചെയ്തിരിക്കുന്നത്. ബോഡി വിൽ ബി കെപ്റ്റ് അറ്റ് ഹെർ റെസിഡൻസ്, വീട്ടിലാണ്. എത്ര സമയം മുതൽ എത്ര സമയം വരെ പറഞ്ഞിട്ടുണ്ട്. ദ ഫ്യൂണറൽ വിൽ ബി ഹെൽഡ് ഓൺ ട്യൂസ്ഡേ. എപ്പോഴാണ് ആ ഫ്യൂണറൽ നടക്കുന്നത്, ആ ദിവസവും സമയവും പറഞ്ഞിട്ടുണ്ട്, എവിടെ വെച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഏതൊരു ഒബിച്വറി ആണെങ്കിലും നമുക്ക് എഴുതേണ്ടത്. അടുത്തത് ഒരു ഡയറി എൻട്രിയാണ് ക്വസ്റ്റ്യൻ. The grandmother was invisible but had strong presence in the family. What would have been the feelings of the grandson when he lost her? Attempt a diary entry that he could have made. അപ്പോൾ ഗ്രാൻഡ് മദർ എന്നുള്ളത് ഒരു ഇൻവിസിബിൾ പ്രസൻസ് ആയിരുന്നു അല്ലേ, ഫാമിലിയിലെ ഒരു അദൃശ്യമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് സണ്ണിന്, പേരക്കുട്ടിക്ക് മുത്തശ്ശിയെ നഷ്ടപ്പെട്ടപ്പോൾ ആ വിഷമം കൊണ്ട് ആ രാത്രി ഒരു ഡയറി എഴുതുകയാണ് അദ്ദേഹം. ഇത് മിക്കവാറും കുഷ്വന്ത് സിംഗിൻ്റെ ഗ്രാൻഡ് മദറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ നമുക്ക്, അതിൽ നിന്നുള്ള ചോദ്യമാകാനാണ് സാധ്യത. ജനറലായിട്ടുള്ള ചോദ്യമാകാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ ആരാണ് ഗ്രാൻഡ് സൺ എന്നോ അല്ലെങ്കിൽ ഏതാണ് പാഠമെന്നോ സൂചന ഇല്ല. പക്ഷെ നമുക്കങ്ങനെ മനസ്സിലാക്കാം. നോക്കാം, ഏതൊരു ഡയറിയും തുടങ്ങുന്നത് ഡേറ്റ് വെച്ചിട്ടാണല്ലോ. ഡേയുണ്ട്, ടൈമുണ്ട്. ഡിയർ ഡയറി എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. ടുഡേ ഐ ആം ട്രൈയിങ് ഹാർഡ് ടു കൺട്രോൾ മൈ ഇമോഷൻസ്. എൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഞാൻ അത്യധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന്. മൈ ഹാർട്ട് ഈസ് സോ ഹെവി. എൻ്റെ ഹൃദയം വളരെ വേദനിക്കുന്നു. ഡ്യൂ ടു ദ ഡെത്ത് ഓഫ് മൈ ഗ്രാൻഡ് മദർ. എന്തുകൊണ്ടാണ് അത് കാരണം അല്ലേ? ഡ്യൂ ടു ദ ഡെത്ത് ഓഫ് മൈ ഗ്രാൻഡ് മദർ. ഐ ലോസ്റ്റ് വൺ ഓഫ് ദ പേഴ്സൺസ് ഹൂം ഐ ലവ് ദ മോസ്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഒരാൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഐ റിമെമ്പർ അവർ ഓൾഡ് ഗുഡ് ഡേയ്സ്. പഴയ ദിവസങ്ങൾ ഞാൻ ഓർക്കുകയാണിപ്പോൾ. ദ ഡേയ്സ് വി വാക്ക് ടുഗെദർ ടു സ്കൂൾ ആൻഡ് ടെമ്പിൾ. സ്കൂളിലേക്കും ക്ഷേത്രത്തിലേക്കും ഞങ്ങൾ ഒരുമിച്ച് നടന്നുപോയ ദിവസങ്ങൾ. ദ ഡേയ്സ് വി ഫീഡ് ദ സ്ട്രീറ്റ് ഡോഗ്സ് ആൻഡ് സ്പാരോസ്. സ്ട്രീറ്റ് ഡോഗ്സിനും സ്പാരോസിനും ഭക്ഷണം നൽകിയ ആ ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. ദ ഡേയ്സ് ഷീ പ്രിപ്പയർഡ് മീ ഫോർ ദ സ്കൂളിലേക്ക്
എന്നെ തയ്യാറാക്കിയ ദിവസങ്ങൾ. എവരിതിങ് റിഫ്ലക്ട്സ് ഓൺ മൈ മൈൻഡ് മിറർ. എല്ലാം എൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു. ദോസ് മെമ്മറീസ് മേക്സ് മീ ടിയർഫുൾ. ആ ഓർമ്മകൾ എന്നെ കണ്ണുനീർ കടലിൽ ആഴ്ത്തുന്നു. നൗ ഐ അണ്ടർസ്റ്റാൻഡ് ഹൂ മൈ ഗ്രാൻഡ് മദർ വാസ് ടു മീ. എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. നൗ ഐ അണ്ടർസ്റ്റാൻഡ് ഹൂ മൈ ഗ്രാൻഡ് മദർ വാസ് ടു മീ. എനിക്ക് ആ ഗ്രാൻഡ് മദർ ആരായിരുന്നു എന്ന്. നൗ ഐ പ്രേ ടു ഗോഡ്. എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ടു ഗിവ് ഹെർ സോൾ എക്സ്ട്രീം പീസ്. വളരെ സമാധാനം അവരുടെ ആത്മാവിനുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. റെസ്റ്റ് ഇൻ പീസ് ഡിയർ ഗ്രാൻഡ്മ എന്ന് പറഞ്ഞിട്ട് ആ ഡയറിയോടെ അവസാനിക്കുന്നു. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ബ്രാക്കറ്റ്സ്. ഇപ്പോൾ ഇവിടെ സെൻറ്റൻസുകളുണ്ട്. ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 2 ഉള്ളൂ, അധികമൊന്നുമില്ല. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്തതാണ്. ദ ഡാഷ് പീപ്പിൾ ഹൂ ഡാഷ് എക്സ്ചേഞ്ച് ഹാറ്റ്സ്. അപ്പോൾ ഒരിക്കലും ദർ ഈസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം പീപ്പിൾ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, ഒന്നിലധികം ആളുകളുണ്ട്. സിംഗുലർ ആണെങ്കിൽ മാത്രമല്ലേ ഈസ് പറയുള്ളൂ, അല്ലേ? ദർ ഈസ് എ ഗേൾ എന്ന് പറയാം. പക്ഷേ ഇവിടെ ദർ ആർ പീപ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഹൂ വിൽ എക്സ്ചേഞ്ച് ഹാറ്റ്സ് അതോ വുഡ് എക്സ്ചേഞ്ചർ. നോക്കാം ഉത്തരങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർ ആർ പീപ്പിൾ നമ്മൾ കണ്ടു. ഹൂ വിൽ എക്സ്ചേഞ്ച് ഹാറ്റ്സ് കാരണം പ്രസന്റ് ടെൻസിൽ പറയുന്ന കാര്യമാണ്. നൗ ദാറ്റ് ഒക്കെ പ്രസന്റ് ടെൻസിലായതുകൊണ്ട് വാസ് വേണ്ട. ഈസ് അൺപാർഡനബിൾ. നോ വൺ പ്രസന്റ് ടെൻസ് ക്യാൻ. നോ വൺ ക്യാൻ പുട്ട് എ സ്ട്രേഞ്ച് ഹാറ്റ് ബീയിങ് ഓഫ് ദ ഫെയർ. അടുത്തുള്ളത് 20ാമത്തെ ചോദ്യം. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഹെലൻ കെല്ലർ ഡെവലപ്പിംഗ് ദ ഹിൻസ് ബിലോ. ഹെലൻ കെല്ലറിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബോൺ, എഡ്യൂക്കേഷൻ, വർക്ക്സ്, അവാർഡ്സ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ, ഡൈഡ്, ഇത്രയും പോയിൻറ്റ്സ് ഉണ്ട്. ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ല പ്രൊഫൈൽ എഴുതേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൊഫൈൽ എഴുതേണ്ടതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറക്കുണ്ടാവും. എങ്കിലും ഇതാ ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഹെലൻ ആദംസ് കെല്ലർ, ആ പേര് ഏറ്റവും മുകളിലായി മധ്യഭാഗത്തായിട്ട് എഴുതി അണ്ടർലൈൻ ചെയ്യുന്നു. ഇനി ബോൺ അങ്ങനെയാണ് വേണ്ടത്. ഷീ വാസ് ബോൺ ഓൺ എന്നതിന് ശേഷം ഡേറ്റ് എഴുതണം, അല്ലേ? വർഷം മാത്രമാണെങ്കിൽ ഇന്ന് മതി. ഡേറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ തന്നെ എഴുതുക, മറക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ ഓർത്ത് വെച്ചതിന് ശേഷം ഇവിടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ കാര്യമാണ് വർക്ക് ഉദ്ദേശിക്കുന്നത്. വർക്ക് കൊണ്ട് അവാർഡ്സ് എങ്ങനെയാണ്? ഹി ഗോട്ട് മെനി അവാർഡ്സ് എന്നോ, അല്ലെങ്കിൽ ദ വേൾഡ് റെക്കഗ്നൈസ്ഡ് ഹെർ ടാലൻസ് ബൈ ഗിവിങ് ഹെർ ഓർ അവാർഡിങ് ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ അവാർഡ്സിൻ്റെ പേര് എഴുതാവുന്നതാണ്. പിന്നെ ഷി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, അല്ലേ? ഷീ പാസ്ഡ് എവേ ഓൺ. അപ്പോൾ ഈ ഒരു വേർഡിങ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കിതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് ഇൻഫർമേഷൻ വല്ലതും അറിയുമെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഏതായാലും ഇത് വിശദമായിട്ടൊന്ന് വായിച്ച് നോക്കുക, തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതേണ്ടത് എന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 പ്രൊഫൈലിൻ്റെ എക്സാമ്പിൾ ചെയ്തേ മതിയാവും. കാരണം മുമ്പ് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ പറഞ്ഞു ഉറപ്പിക്കണില്ല. അടുത്ത ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ 21 to 28. ആൻസർ എനി 5 questions. അപ്പോൾ 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 5 മാത്രം മതി. 8 ചോദ്യങ്ങളിൽ നിന്ന് 5 എഴുതിയാൽ മതി. 21ാമത്തെ ചോദ്യം. വാഷിംഗ്ടൺ വാസ് ഹേർട്ട് ആൻഡ് ഷോക്ക് ടു ഹിയർ ദാറ്റ് ഹിസ് ഫ്യൂച്ചർ പ്രൊജക്ട് ഓഫ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ് വാസ് ടേക്കൺ ഓഫ്. അതായത് ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ വാഷിംഗ്ടണിന് സങ്കടം തോന്നുകയാണ്. എമിലി ആണെങ്കിലോ വൈഫ് അണ്ടർസ്റ്റുഡ് ഹിസ് ഡിസപ്പോയിൻമെൻറ്റ്. തൻ്റെ ഭർത്താവിൻ്റെ നിരാശ എമിലി മനസ്സിലാക്കുകയും ഷീ സെൻസ് എ ലെറ്റർ ടു ദ ചീഫ് എഞ്ചിനീയർക്ക് ഒരു ലെറ്റർ അയക്കുന്നു, ആസ്കിങ് ഹിം ടു മേക്ക് ദ ക്രൂ ആൻഡ് എഞ്ചിനീയേഴ്സ് അവെയർ ഓഫ് ദ പ്രൊജക്റ്റിനെ കുറിച്ചൊരു ധാരണ കൊടുക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയേഴ്സിനെയും ക്രൂവിനെയും ഒക്കെ ഒന്ന് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ചീഫ് എഞ്ചിനീയറോട് പറയാൻ വേണ്ടി ഒരു ലെറ്റർ അയക്കുകയാണ്. ആ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നോക്കാം. അപ്പോൾ എമിലിയാണ് കത്തയക്കുന്നത്. എമിലിയുടെ അഡ്രസ്സ് നമ്മളൊരു ഇമാജിനറി അഡ്രസ്സ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഡേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആർക്കാണ് കത്തയക്കുന്നത് അടുത്ത് പറഞ്ഞു, ദ ചീഫ് എഞ്ചിനീയർ. അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്, ഡിയർ സർ. പിന്നെ നമ്മൾ സബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് എന്താ? കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ് റിഗാർഡിങ്. ഇനി അങ്ങോട്ട് നോക്കൂ. ഐ ആം എമിലി വാറൻ റൂബ്ലിംഗ്, വൈഫ് ഓഫ് വാഷിംഗ്ടൺ റൂബ്ലിംഗ്, റൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഹിം. ഞാൻ എമിലി വാറൻ റൂബ്ലിംഗ്, വാഷിംഗ്ടൺ റൂബ്ലിങ്ങിൻ്റെ വൈഫ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് അയക്കുന്നത്. സം അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഫോഴ്സ്ഡ് അസ്. ചില ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ നിർബന്ധിതരാക്കി. എന്തിന്? ടു സ്റ്റോപ്പ് ദ കൺസ്ട്രക്ഷൻ ഓഫ് അവർ ഡ്രീം പ്രൊജക്ട് ടെമ്പററിലി. താൽക്കാലികമായിട്ട് നമ്മുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള
ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ഇറ്റ്സ് സോ ഷോക്കിംഗ് ടു ഹിയർ ദ ന്യൂസ് ദാറ്റ് ദ പ്രൊജക്റ്റ് ഈസ് ഡിസൈഡഡ് ടു ബി ടേക്കൺ ഓഫ്. ഈ ഒരു പ്രൊജക്റ്റ് അവസാനിപ്പിക്കുകയാണ് എന്ന് കേൾക്കുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. അത് വളരെ ഷോക്കിംഗ് ആയ ന്യൂസാണ്. ഇറ്റ് വുഡ് ബി എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ എൻജിനീയേഴ്സ്. ഇപ്പോൾ എൻജിനീയേഴ്സിനെല്ലാം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇഫ് ദ ബ്രിഡ്ജ് ഹാഡ് ബീൻ കൺസ്ട്രക്റ്റഡ്. ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണെങ്കിൽ. നൗ ഐ ആം ഡിലൈറ്റഡ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇപ്പോൾ. ടു അക്നോളജ് ദാറ്റ്. അക്നോളജ് എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നാണ് അർത്ഥം. ദാറ്റ് ദ പ്രൊജക്റ്റ് ക്യാൻ ബി കണ്ടിന്യൂഡ്. നമുക്ക് ഈ പ്രൊജക്റ്റ് തുടരാം അണ്ടർ ദ ഗൈഡൻസ് ഓഫ് മിസ്റ്റർ വാഷിങ്ടൺ ഹിംസെൽഫ്. ഇപ്പോൾ വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നറിയിക്കുന്നതിൽ, അക്നോളജ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹിസ് അൺറിലൻറ്റിങ് പാഷൻ, അണെൻഡിങ് പാഷൻ, ഒരിക്കലും അവസാനിക്കാത്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷൻ ഉണ്ടല്ലോ ഫോർ ദ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ളത്. ഇറ്റ് ബേൺസ് സ്റ്റഡിലി വിത്തിൻ ഹിസ് ഹാർട്ട്. അവൻ്റെ ഹൃദയത്തിൽ അതങ്ങനെ ഇപ്പോഴുമുണ്ട്, ആളി കത്തിക്കൊണ്ട് ആ ഒരു പാഷൻ. വാഷിങ്ടൺ ഹാസ് സ്റ്റാർട്ടഡ് ഗിവിങ് ഇൻഡിക്കേഷൻസ് ബൈ ടാപ്പിംഗ് ഹിസ് ഫിംഗർ ഓൺ മൈ ആം. വാഷിങ്ടണിന് ഇപ്പോൾ ഒരു കാര്യത്തിന് സാധിക്കും. ഹീ ക്യാൻ ഗിവ് ഇൻഡിക്കേഷൻസ്, ചില സൂചനകൾ അദ്ദേഹത്തിന് നൽകാൻ സാധിക്കും. ബൈ ടാപ്പിംഗ് ഹിസ് ഫിംഗർ ഓൺ മൈ ആം, എൻ്റെ കയ്യിൽ ടാപ്പ് ചെയ്തുകൊണ്ട്, തട്ടിക്കൊണ്ട് ചില നിർദ്ദേശങ്ങൾ തരാൻ അദ്ദേഹത്തിന് സാധിക്കും. ലാസ്റ്റ് ഡേ ഹി ടാപ്ഡ് ഇൻഡിക്കേറ്റിംഗ്, അദ്ദേഹം എൻ്റെ കയ്യിൽ കൊട്ടി, ടാപ്പ് ചെയ്തു, സൂചിപ്പിച്ചുകൊണ്ട് ടു കോൾ ദ ക്രൂ ആൻഡ് എൻജിനീയേഴ്സ് ബാക്ക്. അപ്പോൾ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ എൻജിനീയേഴ്സിനെയും തിരികെ വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ കയ്യിലൊന്ന് ടാപ്പ് ചെയ്യേണ്ടായി. ഐ ഡു പ്രോമിസ് യു ദാറ്റ്, എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ സാധിക്കും. ഐ വിൽ ആക്ട് ആസ് എ മെസ്സഞ്ചർ ഇൻ ബിറ്റ്വീൻ ദ കൺസ്ട്രക്ഷൻ ടീം ആൻഡ് വാഷിങ്ടൺ. വാഷിങ്ടണിനെയും നിങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാകാൻ, അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചറാകാൻ, ദൂതനാവാൻ വേണ്ടി എനിക്ക് സാധിക്കും. വാഷിങ്ടൻ്റെ മെസ്സേജ് വർക്കേഴ്സിനും അതുപോലെ തന്നെ എൻജിനീയേഴ്സിനും എത്തിക്കാൻ എനിക്ക് സാധിക്കും. ഐ ഷോൾ ഡീകോഡ് ഹീസ് മെസ്സേജസ്. അദ്ദേഹത്തിൻ്റെ ഒരു കോഡ് ഭാഷയാണല്ലോ, അതെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഐ ഷാൾ ഡീകോഡ് ഹീസ് മെസ്സേജസ് ആൻഡ് റിലേ ദം ടു ദ ക്രൂ. അത് അവർക്ക് വേണ്ടി, ക്രൂവിന് വേണ്ടി എത്തിക്കാൻ എന്നെക്കൊണ്ട് പറ്റും. ടുഗെദർ വി ഓൾ ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ. നമുക്കൊരുമിച്ച് അത് സംഭവ്യമാക്കാം. ആൻഡ് മേ അവർ ഡ്രീം കം ട്രൂ. നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ. എക്സ്പെക്റ്റിംഗ് എ ഫേവറബിൾ റിപ്ലൈ. അനുകൂലമായ ഒരു റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എമിലി വാറൻ റൂബ്ലി. 22ാമത്തെ ചോദ്യം. യു ഹാപ്പൻ ടു മീറ്റ് ഹെലൻ ബെയ്ലി, ദ വിർജീനിയൻ പോയറ്റസ് ഹൂ റോട്ട് മൈ ചെറി ട്രീസ്. മൈ ചെറി ട്രീ എഴുതിയ ഹെലൻ ബെയ്ലി എന്ന കവയിത്രിയെ നിങ്ങൾ കാണാനിടയാവുന്നു. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ടു ഇൻ്റർവ്യൂ ഹെർ. അപ്പോൾ അവരോട് ചോദിക്കാനുള്ള ഒരു 6 ചോദ്യങ്ങൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്താ എഴുതിയിട്ടുണ്ട്? മാം, ഡു യു തിങ്ക് ഹ്യൂമർ ദ ഇഫക്റ്റീവ് മീൻസ് ടു കൺവേ സീരിയസ് മെസ്സേജസ്? ഗൗരവതരമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകാൻ ഹ്യൂമർ ഒരു ഇഫക്റ്റീവ് മീഡിയം ആണോ? അടുത്തത്, വെൻ ഡിഡ് യു ഡിസൈഡ് ടു റൈറ്റ് പോയംസ്? നിങ്ങളെപ്പോഴാണ് കവിതകൾ എഴുതാൻ തീരുമാനിച്ചത്? മൂന്നാമത്തെ ചോദ്യം, യുവർ വർക്ക്സ് ആർ സീരിയസ്ലി ഒറിജിനൽ. നിങ്ങളാരുടെയും കോപ്പി അടിച്ചിട്ടില്ല. ദേ ആർ സോ ക്ലോസ് ടു റിയാലിറ്റി ആൻഡ് ക്യാൻ ബി ഈസിലി റിലേറ്റബിൾ. ആറിൻ്റെ താങ്കളുടെ കവിതകൾ തീർച്ചയായിട്ടും മറ്റുള്ള കാര്യങ്ങളോട് റിലേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാവുന്നതാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഡസ് മൈ ചെറി ട്രീ പോർട്രേ യുവർ റിയൽ എക്സ്പീരിയൻസ്? മൈ ചെറി ട്രീ എന്നുള്ള കവിത നിങ്ങളുടെ ശരിക്കുള്ള എക്സ്പീരിയൻസ് ആണോ ഷെയർ ചെയ്യുന്നത്? അഞ്ചാമത്തെ ചോദ്യം, സെൽഫിഷ്നെസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് അറ്റ് ഓൾ എ നോവൽ ടോപ്പിക് ടു ഡിസ്കസ്. മനുഷ്യൻ്റെ സ്വാർത്ഥത തീർച്ചയായിട്ടും പുതിയൊരു ടോപ്പിക്കൊന്നുമല്ല. ഹിയർ ഇൻ ദ പോയം യു സജസ്റ്റ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആർ ഓൾസോ സെൽഫിഷ്. നിങ്ങൾ ഈ കവിതയിലൂടെ പറയുന്നത് ആനിമൽസും ബേർഡ്സും ഒക്കെ സെൽഫിഷ് ആണെന്നാണ് അല്ലേ? ഈസ് ഇറ്റ് സോ? അങ്ങനെ തന്നെയാണോ? ആസ് എ പോയറ്റസ്, ഹു ഈസ് യുവർ ഇൻസ്പിറേഷൻ? ആരാണ് നിങ്ങളുടെ പ്രചോദനം? എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണല്ലോ അല്ലേ? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ദ യൂത്ത് ഇൻ ടുഡേയ്സ് ജനറേഷൻ? ഇന്നത്തെ തലമുറയ്ക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? 23ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഗ്രാൻഡ് മദർ ഇൻ കുഷ്വന്ത് സിംഗ്സ് ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി. ഇപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ, കുഷ്വന്ത് സിംഗിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. കുഷ്വന്ത് സിംഗ് ഡ്രോസ് എ ക്ലിയർ പോർട്രേറ്റ് ഓഫ് ഹിസ് ഗ്രാൻഡ് മദർ whom he loved and admired. താൻ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ഗ്രാൻഡ് മദറിൻ്റെ ഒരു ക്ലിയർ പോർട്രേറ്റ്, വ്യക്തമായ ഒരു ചിത്രം കുഷ്വന്ത് സിംഗ് ആ കഥയിലൂടെ നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. ദോ നോട്ട് പ്രെറ്റി, അത്രയധികം ഭംഗി
ഉള്ള ആളൊന്നുമല്ലെങ്കിലും ഷി വാസ് ബ്യൂട്ടിഫുൾ ടു ദ ഓതേഴ്സ് പെർസെപ്ഷൻ. ഓതറിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ് ആ സ്ത്രീ. Telling the beads of her rosary while her lips constantly moved in inaudible prayer, she was like the winter landscape in the mountains, serene and content. അവരുടെ ഒരു സ്വഭാവമാണ് പറയുന്നത്. അവർക്ക് ഈ മുത്ത് മാല, അതായത് ജപമാല എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ജപമാലയിലെ മുത്തുകൾ എണ്ണുന്ന സ്വഭാവം. അതുപോലെ തന്നെ അവരുടെ ചുണ്ടുകൾ എപ്പോഴും ഇനോഡിബിൾ പ്രെയർ കൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. കേൾക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ ചുണ്ടുകളിൽ ആ പ്രാർത്ഥന റിഫ്ലക്റ്റ് ചെയ്തു. ഷി വാസ് ലൈക്ക് ദ വിൻ്റർ ലാൻഡ്സ്കേപ്പ്. ആകെപ്പാടെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന അല്ലേ, വെളുത്ത വെള്ള വസ്ത്രം, വെള്ളത്തലമുടി, വെളുത്ത തൊലി, ആകെ ഒരു വിൻ്റർ ലാൻഡ്സ്കേപ്പ് പോലെയായിരുന്നു. ഇൻ ദ മൗണ്ടൻസ്, സെറീൻ ആൻഡ് കണ്ടൻറ്റ്, വളരെ ശാന്തമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ മുത്തശ്ശിക്കുണ്ടായിരുന്നത്. ഷീ ഷെയർഡ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഓതർ. ഓതറുമായിട്ട് നല്ല ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത്, അല്ലെ, അഗാധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ദ ഗ്രാൻഡ് മദർ വാസ് നോട്ട് ഫോർമലി എഡ്യൂക്കേറ്റഡ്. ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയില്ല, സ്കൂളിൽ പോയിട്ടില്ല. ബട്ട് ഷീ കുഡ് റീഡ് ദ സ്ക്രിപ്റ്റേഴ്സ്. വേദങ്ങളൊക്കെ വായിക്കാൻ പറ്റിയിരുന്നു. ഷീ റിയലൈസ് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഡിഡ് നോട്ട് ലെറ്റ് ദ ഓതർ മിസ് ദ സ്കൂൾ. അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓതർ ഒരിക്കലും സ്കൂൾ മിസ് ചെയ്യുന്നത് അവർക്ക് താങ്ങാനാവുന്നതായിരുന്നില്ല. ഷീ ഡിഡ് നോട്ട് ലെറ്റ് ദ ഓതർ മിസ് ദ സ്കൂൾ എന്നാണ്. അപ്പോൾ സ്കൂള് മിസ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഓതറിനെ സ്കൂളിലേക്ക് വിട്ടു. ഷീ വാക്ക് ഹിം അപ്പ് ഈച്ച് മോർണിംഗ്. ഓരോ മോർണിംഗിലും അവനെ ഉണർത്തുന്നത്, അവനെ കുളിപ്പിക്കുന്നത്, ഡ്രസ് ചെയ്യുന്നത്, അല്ലേ, അവൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകുന്നതൊക്കെ ഈ ഗ്രാൻഡ് മദർ ആയിരുന്നു. ഹെർ കൈൻഡ്നെസ് ആൻഡ് ബെനവലൻസ് എക്സ്റ്റെൻഡഡ് ടു ദ ഡോഗ്സ് ആൻഡ് സ്പാരോസ് ആസ് വെൽ, whom she fed dutifully. അപ്പോൾ അവരുടെ ആ ഒരു ഔദാര്യം, അവരുടെ ദയ ആരുടെ മേൽ കൂടി നീളുന്നുണ്ട്? ഡോഗ്സിൻ്റെയും സ്പാരോസിൻ്റെയും ഒക്കെ കൂടെ അവരൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്, അല്ലേ. ഷീ ഫെഡ് ഡ്യൂട്ടിഫുള്ളി, വളരെ തൻ്റെ ഡ്യൂട്ടിയാണത് എന്നുള്ള രീതിയിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഷീ വാസ് എ സ്ട്രോങ് വുമൺ ഹൂ ഡിഡ് നോട്ട് ഷോ എനി ഇമോഷൻ വെൻ ദ ഓതർ വാസ് ഗോയിങ് അബ്രോഡ്. ബട്ട് വെൻ ഹി റിട്ടേൺ ഷീ കളക്റ്റഡ് വിമൻ ഫ്രം ദ നെയ്ബർഹുഡ് ആൻഡ് beat the drum and sang for hours of the homecoming of warriors. ഈ ഓതർ വിദേശത്തേക്ക് പോയ സമയത്ത് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും നമ്മുടെ ഗ്രാൻഡ് മദർ കാണിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അയൽവാസികളായ സ്ത്രീകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഡ്രം ചെണ്ടയടിച്ച് ഹോം കമ്മിങ് ഓഫ് വാരിയേഴ്സ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഷീ ബിഹേവ്ഡ് ഇൻ സച്ച് എ വേ, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ദാറ്റ് ഷീ കുഡ് ഫോർസീ ഹെർ ഡെത്ത്. അവർക്ക് മരണം മുൻകൂട്ടി കാണാൻ പറ്റാവുന്ന രീതിയിലായിരുന്നു അവരുടെ അവസാന കാലം, അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ഹൗസ് ഇൻ വിച്ച് ഹെലൻ ആൻഡ് ഹെർ ഫാമിലി ലിവ്ഡ്. ഹെലനും അവരുടെ ഫാമിലിയും ജീവിച്ച വീടിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ്, വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ദർ വാസ് എ ലിറ്റിൽ റോസ് ബവർ നിയർ ദ കെല്ലർ ഹോംസ്റ്റെഡ്. കെല്ലർ ഹോംസ്റ്റെഡ്, കെല്ലറിൻ്റെ പുരയിടം, അല്ലേ, ആ തറവാട്ട് പുരയിടത്തിൻ്റെ അരികിലായിട്ട് എന്തുണ്ട്? ഒരു ലിറ്റിൽ റോസ് ബവർ ഉണ്ട്. ഒരു ചെറിയ ബവ് എന്ന് വെച്ചാൽ വള്ളിക്കുടിൽ എന്നാണ്. റോസാ ചെടികൾ നിറഞ്ഞ ഒരു വള്ളിക്കുടിൽ പോലെ കാണപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ആസ് ദ കെല്ലർ ഹോംസ്റ്റെഡ്, ഇറ്റ്സ് സറൗണ്ടിങ് ട്രീസ് ആൻഡ് ഫെൻസസ് വെർ കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി. ദ ഹൗസ് വാസ് കോൾഡ് ഐവി ഗ്രീൻ. അതായത് ആ പുരയിടവും അവരുടെ സറൗണ്ടിങ് ട്രീസും, പുരയിടത്തെ ചുറ്റിയുള്ള മരങ്ങളും വേലികളും എല്ലാം അലങ്കരിക്കപ്പെട്ടിരുന്നത് അവിടെ ഇംഗ്ലീഷ് ഐവി ഉണ്ടായിരുന്നു, അല്ലേ. ഒരു വള്ളിച്ചെടിയാണ് ഇംഗ്ലീഷ് ഐവി. അതിനാൽ കവർ ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ദ ഹൗസ് വാസ് കോൾഡ് ഐവി ഗ്രീൻ. അങ്ങനെ ആ വീട് ഐവി ഗ്രീൻ എന്ന് വിളിക്കപ്പെട്ടു. സകലയിടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ഐവിയാണ് കാണപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ഗാർഡൻ വാസ് ഓൾഡ് ഫാഷൻ വിത്ത് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഹെജസ്. ഇപ്പോൾ കെല്ലർ ഹോംസ്റ്റെഡിൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ്റെ ആയിരുന്നു, ഒരു പഴയ രീതിയിലുള്ളതായിരുന്നു. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഹെജസ്, അവിടെ കുറ്റിച്ചെടികളുണ്ടായിരുന്നു. അതുപോലെ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്, ഒരുപാട് തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അല്ലേ. ഒരുപാട് ഹെജ് എന്ന് പറഞ്ഞാൽ ബുഷ് ഫെൻസ് എന്നൊക്കെയാണ്, വേലിച്ചെടികൾ പോലെയുള്ള കുറ്റിച്ചെടികൾ. എ ടൈനി ഹൗസ് വാസ് ബിൽറ്റ് നിയർ ബൈ ഹർ ഫാദർ. ഒരു ചെറിയ വീട് അടുത്തായിട്ട് നിർമ്മിക്കപ്പെട്ടിരുന്നു, അല്ലേ. ഫാദർ ഉണ്ടാക്കിയതാണ്. ഇറ്റ് വാസ് കവേർഡ് ബൈ ക്ലൈംബിംഗ് റോസസ് ആൻഡ് ഹണി സക്കേഴ്സ്. അവിടെ ഉള്ള ചെടികളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ വീട് ക്ലൈംബിംഗ് റോസസിനാലും ഹണി സക്കേഴ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള വള്ളിച്ചെടികളാലും ഒക്കെ കവർ ചെയ്യപ്പെട്ടിരുന്നു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ആൻ ആർബർ കവറിങ് ദ പോർച്ച്. അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വള്ളിക്കുടിനെ പോലെ, ഒരു ബവർ, അല്ലേ, ആർബറിനെ പോലെ
എന്ത് ചെയ്യപ്പെടുന്നു, പോർച്ച് മുഴുവൻ കവർ ചെയ്തിരുന്നു, പൂമുഖം മുഴുവൻ കവർ ചെയ്യപ്പെടുന്ന റോസസും ഹണി സർക്കിൾസുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മെനി ഹമ്മിങ് ബേർഡ്സ് ആൻഡ് ബീസ് സ്റ്റേഡ് ദർ. ഒരുപാട് ഹമ്മിങ് ബേർഡ്സ്, പാട്ട് പാടുന്ന പക്ഷികൾ, അതുപോലെ തന്നെ തേനീച്ചകളെല്ലാം അവിടെ താമസിച്ചു പോന്നു. 25ാമത്തെ ചോദ്യം. ജോൺ റൂബ്ലിംഗ് ഹാഡ് പുട്ട് ഫോർവേഡ് ഹിസ് ഐഡിയ ഓഫ് ബിൽഡിംഗ് എ ബ്രിഡ്ജ് ടു ദ ബിൽഡിംഗ് എക്സ്പേർട്സ്. ജോൺ റൂബ്ലിംഗ് ബിൽഡിംഗ് എക്സ്പേർട്സുമായിട്ട്, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്താണല്ലോ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന കാര്യം. ബട്ട് നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ആർക്കും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. Imagine John sends an email to the mayor of Long Island listing out the advantages and necessities of such a bridge. അങ്ങനത്തെ ഒരു ബ്രിഡ്ജിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ മേയർക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്. ആ ഇമെയിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം എന്ന് പറഞ്ഞിട്ട് ജോൺ റൂബ്ലിംഗ് 22@gmail.com ഒരു ഇമേജറിൻ്റെ ഐ ഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 അതാ മേയറിൻ്റെ മെയിൽ ഐ ഡി. നെക്സ്റ്റ് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് സബ്ജക്റ്റ്? ബ്രൂക്ലിൻ ബ്രിഡ്ജ് പ്രൊജക്ട് റിഗാർഡിങ്, അല്ലേ? അതാണ് നമ്മുടെ സബ്ജക്റ്റ്, സർ. അപ്പോൾ അതിനുശേഷം നമ്മളതിൻ്റെ മാറ്റർ എഴുതുന്നു. I would like to draw your kind attention to the necessity of a span. ഇവിടെ സ്ട്രക്ചർ എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് സ്പാനിൻ്റെ അർത്ഥം ഒന്നുകൂടി വ്യക്തമാകാനാണ്. നമ്മുടെ ഒഫീഷ്യൽ ലെറ്ററിലാണെങ്കിൽ ബ്രാക്കറ്റിൽ സ്ട്രക്ചർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, സ്പാൻ തന്നെ എഴുതിയാൽ മതി. ദാറ്റ് അലൗസ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ് ടു ക്രോസ് ഈസ്റ്റ് റിവർ. I would like to draw your kind attention. താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ടു ദ നെസസിറ്റി ഓഫ് എ സ്പാൻ, ഒരു സ്ട്രക്ചറിൻ്റെ, അതായത് ഒരു പാലത്തിൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. അതിൻ്റെ ഒരു അത്യാവശ്യത്തെക്കുറിച്ച് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ദാറ്റ് അലൗസ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ് ടു ക്രോസ് ഈസ്റ്റ് റിവർ. ഈസ്റ്റ് റിവർ കടന്നു പോകാൻ വേണ്ടി ജനങ്ങൾക്കും വാഹനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. People of Manhattan finds it difficult to reach Brooklyn only by means of ferry service. മാൻഹാട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ആളുകൾ, അവർക്ക് ബുദ്ധിമുട്ടാണ്. ഫൈൻസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റീച്ച് ബ്രൂക്ലിൻ എത്തിച്ചേരാൻ പ്രയാസമാണ്. അവർക്ക് എന്തിലൂടെ മാത്രമേ കഴിയുന്നുള്ളൂ? ഓൺലി ബൈ മീൻസ് ഓഫ് ഫെറി സർവീസ്. ഫെറി സർവീസ് വഴി മാത്രമേ, അതായത് ബോട്ട് സർവീസ് വഴി മാത്രമേ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ്സ് ഫെയർ ഈസ് നോട്ട് ഓൾവേസ് ഫെയർ. 2 ഫെയർ കാണാം, അല്ലേ? FARE കാണാം, FAIR കാണാം. ആദ്യത്തേത് യാത്രാക്കൂലി എന്നുള്ള അർത്ഥത്തിലാണ്, രണ്ടാമത്തത് ജസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവരുടെ ആ ഒരു യാത്രാക്കൂലി എന്ന് പറയുന്നത് അത്ര ഫെയർ അല്ല, അല്ലേ? നീതീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു യാത്രാക്കൂലിയല്ല അവർ ഈടാക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ദീസ് ബൊറോസ്. സ്വയംഭരണാധികാരമുള്ള പട്ടണത്തെയാണ് ബൊറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ബൊറോസും തമ്മിൽ, ഈ 2 പ്രദേശങ്ങളും തമ്മിലുള്ള ചരക്കുകളുടെ ട്രാൻസ്പോർട്ടേഷനെല്ലാം അത്ര ഈസി അല്ല, അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ദീസ് ബൊറോസ് ഈസ് നോട്ട് ഓൾവേസ് സോ ഈസി. ദർ ആർ ഓൺലി എ ഫ്യൂ ഫെറീസ് അവൈലബിൾ ഫോർ കൺവേയൻസ്. യാത്രയ്ക്ക് വേണ്ടി അവിടെ വളരെ കുറച്ച് മാത്രം ഫെറികളെ അവൈലബിൾ ആയിട്ടുള്ളൂ. The only solution for all the difficulties is the construction of a suspension bridge. അപ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ, മാർഗം എന്ന് പറയുന്നത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണമാണ്. സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാൽ തൂക്കുപാലം എന്നാണ്, അല്ലേ? ഇറ്റ് വിൽ ബെനിഫിറ്റ് ന്യൂയോർക്ക് ആസ് എ ഹോൾ. അത് ന്യൂയോർക്ക് മുഴുവൻ അതുകൊണ്ട് ഉപകാരമുണ്ടാകും. ഈസ് ഇറ്റ് ഹാപ്പൻസ്, അത് നടപ്പാവുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ ബി ആൻ അച്ചീവ്മെൻറ്റ് ഫോർ അവർ സ്റ്റേറ്റ് ആൻഡ് കൺട്രി. അത് നമ്മുടെ സ്റ്റേറ്റിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും വലിയ ഒരു അച്ചീവ്മെൻ്റ് ആകും. സോ ഐ റിക്വസ്റ്റ് യുവർ ഗുഡ് സെൽഫ് ടു ഗ്രാൻഡ് പെർമിഷൻ ഫോർ ദിസ് ഹിസ്റ്റോറിക്കൽ എൻ്റർപ്രൈസ്. അതുകൊണ്ട് ഈ ഒരു ചരിത്രപരമായ ദൗത്യത്തിന്, ഹിസ്റ്റോറിക്കൽ എൻ്റർപ്രൈസിന് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യണമെന്ന്, അനുവദിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ജോൺ എ റൂബ്ലിൻ. Why did the author decide to engrave his name on his umbrella? The essay on umbrella morals written by the British author A.G. Gardiner is a satire. ഈ umbrella morals എന്ന് പറയുന്ന ഒരു ആക്ഷേപഹാസ്യമാണ്. In which the author comments on certain people's odd habit of picking things belonging to others. മറ്റുള്ളവരുടെ എന്നാണ് belonging to others എന്നുള്ളതിൻ്റെ അർത്ഥം. The author calls such people having umbrella conscience. He says that such a man is not a robber or a pickpocket. അങ്ങനെ അംബ്രല്ല കോൺഷ്യൻസ് ഉള്ള ആളുകൾ
ഒരിക്കലും കൊള്ളക്കാരനോ അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കാരനോ ഒന്നുമല്ല. ബട്ട് ഹീ ഈസ് തറോലി ആൻ ഓണസ്റ്റ് മാൻ. സത്യസന്ധനായിരിക്കും. ഹു അലൗസ് ഹീസ് ഓണസ്റ്റി ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓണസ്റ്റി കാരണം, സത്യസന്ധത കാരണം സംശയത്തിൻ്റെ ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടും. ആരും അയാളെ സംശയിക്കുകയില്ല. സച്ച് എ മാൻ ഡസ് നോ ക്രൈം. തെറ്റൊന്നും ചെയ്യില്ല അങ്ങനത്തെ ആൾ. ബട്ട് പിക്സ് അതേഴ്സ് അംബ്രല്ല ഓർ ഫോർഗെറ്റ്സ് ടു റിട്ടേൺ എ ബുക്ക്. ചിലപ്പോൾ മറ്റുള്ളവരുടെ അംബ്രല്ല എടുക്കും, അല്ലെങ്കിൽ പുസ്തകം തിരിച്ചു കൊടുക്കാൻ മറക്കും. ദെൻ ഹി ബിഫോൾസ് ഹിസ് കോൺഷ്യൻസ്. അദ്ദേഹം സ്വയം മനസാക്ഷിയെ പൊട്ടനാക്കും. എന്ത് പറഞ്ഞിട്ട്? സേയിങ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ ഡൺ ബൈ മിസ്റ്റേക്ക്. അബദ്ധത്തിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട്. ഇൻ ദിസ് വേ, ഇങ്ങനെ ഹി പ്ലേസ് ദ ഗെയിം ഓഫ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് ഹിസ് ഓൺ കോൺഷ്യൻസ്. സ്വന്തം മനസാക്ഷിയോട് ഒളിച്ചു കളിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. സ്വന്തം മനസാക്ഷിയെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളിക്കും. By engraving the name of the umbrella, he can circumvent the man with an umbrella conscience. If somebody took the umbrella, ആരെങ്കിലും ആ കൊട എടുക്കുകയാണെങ്കിൽ the chances of getting it returned would be high. അത് തിരിച്ചു കിട്ടുന്നതിനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും, മിക്കവാറും കിട്ടാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബെഗർ ഇൻ ദ സ്റ്റോറി, ദ ബെഗർ ഈസ് ഡ്രാമാറ്റിക്കലി കോട്ട് ബൈ ദ പോലീസ്. നമുക്കറിയാം പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ബെഗറെ. ഇമാജിൻ യുവർ സെൽഫ് ടു ബി ദ ലോക്കൽ കറസ്പോണ്ടന്റ് ഓഫ് ദ വില്ലേജ്. ഹൗ വിൽ യു റിപ്പോർട്ട് ദ ഈവൻറ്റ് ഇൻ എ ന്യൂസ് പേപ്പർ ദ നെക്സ്റ്റ് ഡേ? തൊട്ടടുത്ത ദിവസം ആ അറസ്റ്റിനെ കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക? അറ്റംപ്റ്റ് ദ ലൈക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ ഹെഡിങ് വേണം. ഹെഡിങ് എഴുതിയിട്ടുണ്ട് അല്ലേ? മിസ്റ്റർ ബെൽ ഈസ് അറസ്റ്റഡ് ഫോർ ത്രെഫ്റ്റ്. മോഷണത്തിന് ബെൽ അറസ്റ്റിലായി. ടു നോൾസ്, സ്ഥലത്തിൻ്റെ പേര് എഴുതി. നിക്കോളാസ് ടൂസൻഡ്, ബെൽ. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ പ്രായം വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്തിട്ടില്ല. എ ബെഗർ ലീവിംഗ് അറ്റ് വാവിൽ വില്ലേജ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ ബൈ ദ പോലീസ് ഫോർ സ്റ്റീലിംഗ് ഫൗൾസ് ഫ്രം മിസ്റ്റർ ചിക്കറ്റ്സ് ഫാം യാർഡ്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് അല്ലേ? ഒരു ചെറിയൊരു പാരഗ്രാഫ് മതി, ഫസ്റ്റ് പാരഗ്രാഫ്. ഒരു 2-3 പാരഗ്രാഫിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ ശ്രമിക്കുക. അതായത് ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യവും ആദ്യത്തെ പാരഗ്രാഫിൽ വേണം. ഇപ്പോൾ ഇവിടെ ആർക്കാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ ഉത്തരം അല്ലേ, എപ്പോഴാണ് എന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആരാണ്? നിക്കോളാസ് ടൂസൻഡ് ആണ്, ബെഗറാണ്. എവിടെയാണ് താമസിക്കുന്നത്? വാവ് വില്ലേജിൽ. ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോലീസിനാൽ. എന്തിനു വേണ്ടി? ഫോർ സ്റ്റീലിംഗ് ഫൗൾസ് ഫ്രം മിസ്റ്റർ ചിക്കറ്റ്സ് ഫാം യാർഡ്. ചിക്കറ്റ് എന്ന കർഷകൻ്റെ ഫാം യാർഡിൽ നിന്ന് കോഴികളെ മോഷ്ടിച്ചതിന്. Many complaints from the villagers were registered against him these days, says the police. പോലീസ് പറയുന്നു വില്ലേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കംപ്ലൈൻറ്റ് അയാൾക്കെതിരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ബെൽ വാസ് ഫൗണ്ട് വാണ്ടറിങ് അറൗണ്ട് ദ ഫാം യാർഡ്. അദ്ദേഹം ആ ഫാം യാർഡിന് ചുറ്റും പോകുന്നത് പലരും കണ്ടിട്ടുണ്ടായിരുന്നു. When Chicket reached the place, he found the man who killed one of his hens by throwing stones at it. ചിക്കറ്റ് അവിടെ എത്തുന്ന സമയത്ത് ആ മനുഷ്യൻ അതിൽ നടക്കുന്ന കോഴികളെ ഒന്നിനെ എറിഞ്ഞു കൊന്നിട്ടുണ്ടായിരുന്നു. With the help of the farm hands, he could seize him. അവിടുത്തെ ഫാം ഹെൽപ്പേഴ്സിൻ്റെ സഹായത്താൽ ബെല്ലിനെ പിടികൂടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഫാമർ അസേർട്ടഡ് ദാറ്റ്, ആ ഫാർമർ ഊന്നി പറയുന്നുണ്ട്, ഹി ഹാഡ് ബീൻ അറ്റാക്ഡ് ബൈ ഹിം. ഫാർമറെ അറ്റാക്ക് ചെയ്തു ആര്? ബെല്ല്. ആൻഡ് ഹാഡ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഇൻ ഡിഫെൻഡിങ് ഹിംസെൽഫ്. സ്വയം പ്രതിരോധിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു എന്നും ചിക്കറ്റ് വ്യക്തമാക്കി. ദെൻ ദ പോലീസ് അറൈവ്ഡ് ആൻഡ് ഷട്ട് അപ്പ് ഹിം ഇൻ ദ ടൗൺ ജയിൽ. പോലീസ് പിന്നെ വരികയും അവനെ ജയിലിലാക്കുകയും ചെയ്തു. ഫാമേഴ്സ് ആൻഡ് വില്ലേജേഴ്സ് ഷെയർഡ് ദെയർ ജോയ് വിത്ത് അസ് ഹാവിംഗ് ദ തീഫ് ബീൻ അറസ്റ്റഡ്. ഫാമേഴ്സും വില്ലേജേഴ്സും ഞങ്ങളുമായിട്ട് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഈ കള്ളൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ. ഇനി 28ാമത്തെ. ദ മിസറി ആൻഡ് സഫറിങ്സ് ഓഫ് ഇൽ-ഫേറ്റഡ് പീപ്പിൾ ഇൻ എ റെഫ്യൂജി ക്യാമ്പ് ക്യാൻ ബി സീൻ ഇൻ ദ പോം റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് ദ റെഫ്യൂജി ക്യാമ്പ്. റെഫ്യൂജി ക്യാമ്പിൻ്റെ കണ്ടീഷനെ കുറിച്ചിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നമ്മളോട് ടൈറ്റിൽ എഴുതി വെച്ചു. മിസറീസ് ഓഫ് ഇൽ-ഫേറ്റഡ് പീപ്പിൾ ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരുടെ അവസ്ഥ റെഫ്യൂജി ക്യാമ്പിലെ. ബയഫ്ര സ്ഥലത്തിൻ്റെ പേര്. ആഫ്റ്റർ സിവിൽ വാർ സ്ട്രക്ക് നൈജീരിയ, പീപ്പിൾ ആർ ബീയിങ് മൈഗ്രേറ്റഡ് ടു റെഫ്യൂജി ക്യാമ്പ്സ്. നൈജീരിയയിലെ ആഭ്യന്തര കലഹത്തിന് ശേഷം ആളുകൾ റെഫ്യൂജി ക്യാമ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. മോസ്റ്റ് ഓഫ് ദം മൂവ് ടു ബയഫ്ര. മിക്കവാറും പലരും പോയത് അങ്ങോട്ടാണ്, ബയഫ്രയിലേക്കാണ്. ദ സഫറിങ്സ് ദേ ആർ ഹാവിങ് ദർ ആർ ബിയോണ്ട് ഇമാജിനേഷൻ. സങ്കല്പങ്ങൾക്കപ്പുറത്താണ് അവരുടെ ആ സഫറിങ്സ്, അവരുടെയുള്ള ദുരിതം. ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ബേസിക് നീഡ്സ്. അവർക്ക് ബേസിക് നീഡ്സ്, പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കുന്നില്ല. നോ ഗവൺമെൻറ് ഹാസ് ടേക്കൺ എനി മെഷേഴ്സ് ടു സപ്പോർട്ട് ദ റെഫ്യൂജീസ് ഓവർ ദ. അവിടെയുള്ള റെഫ്യൂജീസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗവൺമെൻറ്റും ഒരു ആക്ഷനും എടുത്തില്ല.
The ill-fated mothers are witnessing the pitiful death of their infants. അവരുടെ മക്കളുടെ വളരെ ദയനീയമായിട്ടുള്ള മരണത്തിന് സാക്ഷിയാവുകയാണ് അവിടുത്തെ ദൗർഭാഗ്യവതികളായ അമ്മമാർ. നത്തിങ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, കുടിക്കാനില്ല തിന്നാനില്ല. ദേ റിമൈൻ ഹെൽപ്ലെസ് ആണ് അവർ. ചിൽഡ്രൻ ആൻഡ് ഗ്രോൺ അപ്സ് ആർ സ്റ്റാവിങ്, ആളുകൾ അല്ലേ, കുട്ടികളായാലും മുതിർന്നവരായാലും പട്ടിണിയിലാണ്. നോ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇല്ല. ദ അൺവാഷ്ഡ് ചിൽഡ്രൻ ആൻഡ് സ്പ്രെഡിങ് ഡയേറിയ മേക്ക് ദ സിറ്റുവേഷൻ ടെറിബിൾ. അവിടുത്തെ കുളിക്കാത്ത, കഴുകാത്ത, ശരീരം വൃത്തിയാക്കാത്ത കുട്ടികൾ, അവിടുത്തെ പടരുന്ന ഡയേറിയ, ഇതെല്ലാം അവിടുത്തെ സിറ്റുവേഷൻ ഭീകരമാക്കുന്നുണ്ട്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ടു ബറി ദ ഡെഡ്, മരിച്ച ആളുകളെ മറവ് ചെയ്യാൻ പോലും സ്ഥലമില്ല. ഡെത്ത് ടെൻഡ് ടു ബി എ ഡെയിലി ഫിനോമിനൻ ദർ, അവിടുത്തെ ദിനേനയുള്ള ഒരു പ്രതിഭാസമായിട്ട് മരണം മാറുകയാണ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സ്കൾ ആൻഡ് റിബ്സ് ആർ ലിവിങ് എ ലൈഫ് ഓഫ് ഹെൽ, നരകതുല്യമായ ജീവിതം, നല്ല വെറും തലയോട്ടിയും വാരിയെല്ലുമായിട്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ നരകതുല്യ ജീവിതം നയിക്കുകയാണ്. Somebody has to come forward or the authorities has to be vigilant to bring rescue operations here. അപ്പോൾ ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും മുമ്പോട്ട് വരേണ്ടതുണ്ട്, അതായത് ഉദ്യോഗസ്ഥരോ ആരെങ്കിലും മുമ്പോട്ട് വരേണ്ടതുണ്ട്. അതർവൈസ് ദിസ് പ്ലേസ് മേ ടേൺ ടു എ ബിഗ്ഗസ്റ്റ് ഗ്രേവ്യാർഡ്, അതല്ലെങ്കിൽ ഇവിടെ ഏറ്റവും വലിയൊരു ശവകുടീരമായി മാറും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. മാർക്കിനനുസരിച്ചിട്ട് ഉത്തരം എഴുതിയാലേ മാർക്ക് കിട്ടുകയുള്ളൂ, അല്ലാണ്ട് 3-4 വരികൾ മാത്രം എഴുതിയത് കൊണ്ട് നമുക്ക് മാർക്ക് കിട്ടണമെന്നില്ല. ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് വൃത്തിയായിട്ട് നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നന്നായിട്ട് മാർക്ക് വാങ്ങുക. ശരി, ഓൾ ദി ബെസ്റ്റ്.